ഏവർക്കും ഇൻഫിനിറ്റ് എഡ്യൂവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10th ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 98 is a term of the sequence having common difference 7 if 2016 is a term of this sequence. Is 2016 a term of the sequence? ഇത് 2016 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യം 98 എന്ന് പറയുന്നത് ഒരു സീക്വൻസിലെ ടേം ആണ്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് 7 ആണ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, 98നെ നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 14 ആണ് കിട്ടുക. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടിയത്? 0 ആണ് കിട്ടിയത്. അപ്പോൾ അതേ കണ്ടീഷൻ 2016 ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്താണ്? അത് ആ ടേമിലെ ഒരു സീക്വൻസ് ആണ് അല്ലേ. നമുക്ക് ചെയ്ത് നോക്കാം. 2016 ഡിവൈഡഡ് ബൈ 7 എന്താ വരിക? 2 7s are 14, 61 വന്നു. അപ്പോൾ എന്താ? 8 7s are again 56 കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? എഗെയിൻ നമുക്ക് എന്താ കിട്ടിയത്? 2016നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ റിമൈൻഡർ 0 വന്നു. അപ്പോൾ എന്താണ്? ഈ രണ്ടിനും ഒരേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്താണ്? ഒരേ സീക്വൻസിലെ ടേംസ് ആണ് എന്ന് കിട്ടി. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2019 SSLC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? റൈറ്റ് ദ ഫസ്റ്റ് ഇൻറ്റിജർ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1/7, 2/7, 3/7. എന്താണ്? ഇതിൻ്റെ അടുത്ത ടേംസ് എന്തൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് അടുത്ത ഇൻറ്റിജർ ടേംസ് എന്തൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൈറ്റ് ദി ഫസ്റ്റ് ഇൻറ്റിജർ ടേം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ. 0 1 2 3 അങ്ങനെ പോകും, അല്ലെ -1 -2 അങ്ങനെ പോകും. ഇതിപ്പോൾ നോക്കിയാൽ 1/7 ഫ്രാക്ഷൻ ആണ്, 2/7 ഫ്രാക്ഷൻ, 3/7, 1/7, 2/7, 3/7 അങ്ങനെ പോകുമ്പോൾ ഏതാണ് ഫസ്റ്റ് ഇൻറ്റിജർ വരിക? 7/7 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റിജർ ടേം എന്താണ് ഇവിടെ കിട്ടുന്നത്? 1 ആണ്. അപ്പോൾ ആൻസർ എന്താണ്? 1. അതിൻ്റെ ബി പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് ടേംസ് ഓഫ് ദിസ് സീക്വൻസ്? ആദ്യത്തെ സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്, ആദ്യത്തെ 7 ടേംസിൻ്റെ സം എന്താണ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സം ഈക്വൽ ടു n/2 ഇൻറ്റു എന്താണ്? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് 7 ടേംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടേം 1/7 ആണ്. അപ്പോൾ 7th ടേം നമുക്ക് ഓൾറെഡി കിട്ടി 1 ആണെന്നുണ്ടെങ്കിൽ 7/7. അപ്പോൾ n എന്താണ് ഇവിടെ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. n/2 ഇൻറ്റു a1 പ്ലസ് an ആണ്. അവിടെ n എന്താണ്? എത്ര ടേംസിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 7 ടേംസിൻ്റെ. അപ്പോൾ 7/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്താണ്? 1/7 പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്? 7/7 അല്ലെങ്കിൽ 1. അപ്പോൾ അതെന്താ കിട്ടുക? 7/2 ഇൻറ്റു 8/7 അല്ലേ. ഒരു ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് 8/7 എന്ന് എഴുതാം. 8/7. അപ്പോൾ എന്താ കിട്ടുക? ഈ 2ഉം ഈ 8ഉം കട്ട് ചെയ്താൽ 4 കിട്ടും. 8ഉം 8ഉം കട്ട് ചെയ്താൽ 7ഉം 7ഉം കട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ് 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ദി ഫോളോയിങ്. 1 + 2 + 3 + etc. 100. അടുത്തത് 1 + 3 + 5 + etc. 99. അടുത്തത് 2 + 4 + 6 + etc. 100. അടുത്തതോ 3 + 7 + 11 + etc. 199. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. ഇത് 2019 ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷവും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? 1 + 2 + etc. up to 100. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? n/2 ഇൻറ്റു a + an ആണ് ചെയ്യേണ്ടത്. n എത്രയാണ്? 100 ആണ്. അപ്പോൾ 100/2 ഇൻറ്റു a + a എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്താ? 1 ആണ്. ലാസ്റ്റ് ടേം എന്താണ്? 100 ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാലോ. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്താൽ 50 എന്ന് വരും. 50 ഇൻറ്റു 101 എന്നാണ് കിട്ടുക. അപ്പോൾ എന്താ കിട്ടുക? 5050 എന്ന് കിട്ടും. ഈസി അല്ലേ കണ്ടുപിടിക്കാൻ? ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1 + 3 + 5 + etc. 99 ആണ്.
അതിലും എന്ത് ചെയ്യണം, എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്, അതേപോലെ തന്നെ nth ടേം ഇവിടെ നോക്കിയാൽ 1 മുതൽ 100 വരെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ എന്ത് ചെയ്തു, അതിലെ ഈവൻ നമ്പേഴ്സ് എല്ലാം കട്ട് ചെയ്തു. അപ്പോൾ എന്തായി, നമ്പർ ഓഫ് ടേംസ് പകുതിയായില്ലേ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് 100 ആയിരുന്നു. അപ്പോൾ ഇവിടെ എത്ര വരും 50 വരും. അപ്പോൾ n/2 ഇൻറ്റു a പ്ലസ് a എന്താണ് 99 പ്ലസ് 1 എന്താണത് 100. അപ്പോൾ ആൻസർ എന്ത് വരും, 2ഉം 15 കട്ട് ചെയ്താൽ ഇതും 50 വരും. അപ്പോൾ ആൻസർ എന്താ, 5 × 5 25 ആൻഡ് 2 zeros 2500. ക്ലിയർ ആണല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ സെയിം തന്നെ. എന്ത് ചെയ്തു, ഫസ്റ്റ് സീക്വൻസിൽ നിന്ന് ഈവൻ നമ്പേഴ്സ് മാറ്റി വെച്ചതാണ് സെക്കൻഡ്. അടുത്തത് എന്താണ്, തേർഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സീക്വൻസിൽ നിന്ന് ഓഡ് നമ്പേഴ്സ് ഒഴിവാക്കിയതാണ്. അപ്പോൾ അത് എന്താ കിട്ടുക നോക്കാം. അതെങ്ങനെയാണ് കിട്ടുക നോക്കാം. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, 2 പുറത്തെടുക്കുന്നു. ആ ടേമിൽ 2 പുറത്തെടുക്കും. അപ്പോൾ എന്താ ഇത് ഫസ്റ്റ് ടേമിൽ നിന്ന് 2 പുറത്തെടുത്താൽ എന്താ വരിക 1 പ്ലസ് സെക്കൻഡ് ടേമിൽ നിന്ന് 2 പുറത്തെടുത്താൽ എന്താ വരിക 2 പ്ലസ് തേർഡ് ടേമിൽ നിന്ന് 2 പുറത്തെടുത്താൽ 3 പ്ലസ് എക്സെട്ര പ്ലസ് 50 എന്നാണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, 2 അവിടെ വെച്ചു. ഇനി അതിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കുക, n/2. n എത്രയാണെന്ന് നമുക്കറിയാം, എന്താ 50/2 ഇൻറ്റു a പ്ലസ് a എന്ന് പറയുമ്പോൾ 1 പ്ലസ് 50 എത്രയാണ് 51. അപ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടുക, ഈ 2ഉം ഈ 50യും നമുക്ക് കട്ട് ചെയ്യാം അല്ലേ, 25 എന്ന് കിട്ടും. അപ്പോൾ എന്താ 2 × 25 × 51 എന്ന് കിട്ടി. അതായത് 2 × 25 50 ആണ്, 50 × 51. 50 × 51 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക 525. അപ്പോൾ 2550 എന്ന് കിട്ടി. ഈസി ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 3 + 7 + 11 + എക്സെട്ര 99 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം, ഇതിൽ n ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് n അറിയില്ല അല്ലേ. അപ്പോൾ n കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, n = എന്താണ് an മൈനസ് a ബൈ n എന്ന് ചെയ്താൽ പോരെ, സോറി d എന്ന് ചെയ്താൽ പോരെ. ഇതെങ്ങനെ കിട്ടിയത്, നമുക്കറിയാം an = a പ്ലസ് n - 1 × d ആണ്, അറിയാലോ. അതിൽ നിന്ന് n കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക, a പ്ലസ് dn മൈനസ് d = an. നമുക്ക് എന്താ വേണ്ടത്, n ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, a പ്ലസ് n - 1 × d കിട്ടി. അപ്പോൾ an മൈനസ് a = n - 1 × d എന്ന് കിട്ടി. അപ്പോൾ അപ്പോൾ എന്താ an മൈനസ് a = n - 1 × d. അപ്പോൾ എന്ത് കിട്ടി, n - 1 എന്ന് പറഞ്ഞാൽ an മൈനസ് a ബൈ d ആണെന്ന് കിട്ടി. കിട്ടിയല്ലോ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ -1 ഇങ്ങോട്ട് പോയാൽ മതി അല്ലേ. അപ്പോൾ എന്താ ഇക്വേഷൻ, n = an മൈനസ് a ബൈ d പ്ലസ് 1 എന്ന് കിട്ടും. ഇതിൻ്റെ എല്ലാ വാല്യൂസും നമുക്കറിയാലോ. an എന്ന് പറഞ്ഞാൽ 199 ആണ്, a എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ്, 7 - 3 = 4 പ്ലസ് 1 എത്രയാണ് കിട്ടുക, 196/4 പ്ലസ് 1 അല്ലേ. അതെത്ര കിട്ടുക, കട്ട് ചെയ്താൽ 4 4s are 16. അപ്പോൾ 16 കഴിഞ്ഞാൽ ഇവിടെ 36 വരും. അപ്പോൾ 6 എത്രയാണ്, 9 4s are 36. അപ്പോൾ 49 പ്ലസ് 1 എത്രയാണ് കിട്ടുക, 50 ആണ് ഇവിടുത്തെ n കിട്ടുക. എന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, അത് പ്രത്യേകം ഓർക്കുക, എന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ചോദ്യം എന്താ, സം ഓഫ് ദിസ് സീക്വൻസ് ആണ് അല്ലേ. അപ്പോൾ സം ഓഫ് ദിസ് സീക്വൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്, n = 50. ഇനി സം ഓഫ് ദിസ് സീക്വൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, n/2. അപ്പോൾ 50/2 ഇൻറ്റു ഫസ്റ്റ് ടേം 3 പ്ലസ് ലാസ്റ്റ് ടേം 199. അപ്പോൾ എന്ത് കിട്ടി, 25 × 199 പ്ലസ് 3 എത്ര വരിക, 202 × 25 അല്ലേ. അതെത്ര കിട്ടുക, ദാറ്റ്സ് ഈക്വൽ ടു 5050 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ.
വളരെ എളുപ്പത്തിൽ നമുക്ക് 5 മാർക്ക് 5 മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണിത്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആ ഫസ്റ്റ് ഇക്വേഷൻ്റെ ആയിട്ട് സെക്കൻഡിനും തേർഡിനും അല്ലെങ്കിൽ തുടരെ വരുന്ന ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ എന്ത് ചെയ്താൽ മതി, പിന്നെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the terms 2/9, 3/9, 4/9, 5/9, etc. are represented as x/1, x/2, etc., then first question എന്താണെന്ന് വെച്ചാൽ what is x1 plus x2 plus x3? അത് എളുപ്പമല്ലേ. x1 plus x2 plus x3 എന്താണ്? x1 എന്താണ്? 2/9, x2 3/9 and x3 is 4/9. പിന്നെന്താ, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് സെയിം ഡിനോമിനേറ്റർ ആയിരിക്കും. പിന്നെ ഇത് ആഡ് ചെയ്താൽ എന്താ 9/9 ഈക്വൽ ടു 1 എന്ന്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് x4 പ്ലസ് x5 പ്ലസ് x6. അതെങ്ങനെ എഴുതുക? x4 എന്ന് പറഞ്ഞാൽ 5/9 പ്ലസ് 6/9 പ്ലസ് 7/9 അല്ലേ? കാരണം ഇത് 2, 3, 4 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത ടേംസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 6, 7 ആണ്. അപ്പോൾ എന്താ ആൻസർ വരിക? ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. അപ്പോൾ 5 പ്ലസ് 6 പ്ലസ് 7 എത്രയാണ്? 11 പ്ലസ് 7 ഇസ് 18 എന്ന് കിട്ടി. അപ്പോൾ 18/9 ഇസ് 2 എന്ന് കിട്ടി. അപ്പോൾ അതും കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 9 ടേംസ് എന്നാണ്. ആദ്യത്തെ 3 ടേംസിൻ്റെ കണ്ടുപിടിച്ചു, രണ്ടാമത്തെ 3 ടേംസിൻ്റെ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് 9 ടേംസിൻ്റെ സം കണ്ടുപിടിക്കാൻ. എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാലോ, 9 ടേംസ് പറയുമ്പോൾ n എന്തായിരിക്കും? 9 ആയിരിക്കും. a എന്താണ്? 2/9. 9th ടേം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 1, 2, 3, 4 ആണ്. 4th ടേം വരെ എത്തി. 5th ടേം എന്താണ്? 6/9. 6th ടേം എന്താണ്? 7/9, 8/9, 9/9 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ nth ടേം കണ്ടുപിടിക്കാനും എളുപ്പമാണ്. 9th ടേം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പം 9th ടേം എന്ന് പറഞ്ഞാൽ 10/9 ആണ് വരിക അല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആ 1 and കൂടെ ഒന്നും കൂടെ കൂട്ടിയതാണ്. അപ്പം 9th ടേം എന്ന് പറഞ്ഞാൽ 10/9. ഇനി എന്താണ്? സം കണ്ടുപിടിക്കണം. Sn ഈക്വൽ ടു 9/2 ഇൻറ്റു എന്താണ്? 2/9 പ്ലസ് 10/9 അല്ലേ? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്താണ് വരിക? 9/2 ഇൻറ്റു 12/9 എന്ന് കിട്ടും. 2ഉം 12ഉം കട്ട് ചെയ്താൽ 6 വരും. 9ഉം 9ഉം കട്ട് ചെയ്തു. ആൻസർ എന്താ വരിക? സം ഓഫ് ദി ഫസ്റ്റ് 9 ടേംസ് ഇസ് 6 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ തന്നെ പാർട്ട് 4 ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 300 ടേംസ്. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 300 ടേംസ് എന്നാണ്. 300 ടേംസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നമുക്കറിയാം അല്ലേ? എന്താ? ഫസ്റ്റ് ടേം 2/9 ആണ്. ഇനി 300th ടേം എന്ന് പറയുമ്പോൾ എന്താണ്? എളുപ്പമല്ലേ? 1 ടേം, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2/9, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 3/9. അപ്പോൾ 300th ടേം എന്ന് പറഞ്ഞാൽ 301/9. ഇനി എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? എന്താ? Sn ഈക്വൽ ടു 300/2 ഇൻറ്റു 301 പ്ലസ് 2/9 301/9 പ്ലസ് 2/9 എന്താ വരിക? ഇത് കട്ട് ചെയ്താൽ 150 വരും. 150 ഇൻറ്റു ഇത് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 9 എഴുതി, ഇത് 303 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് സോൾവ് ചെയ്യും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സോൾവ് ചെയ്ത് നോക്കാം. 3 വെച്ച് കട്ട് ചെയ്താൽ 101 എന്ന് കിട്ടും അല്ലേ? 101 എന്ന് കിട്ടും. ഇനിയോ? ഇനി എന്താ ചെയ്യുക? 15ഉം 150ഉം 3ഉം കട്ട് ചെയ്താൽ 3 1 ടൈം, ഇത് 5 ടൈംസ് 50. അപ്പോൾ 101 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 5050. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി 2018 SSLC എക്സാമിന് വന്ന 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് 13, 23, 33 etc.
Then find common difference. എന്താണ് common difference? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്? രണ്ട് അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം എന്താ? A2 സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ എത്ര കിട്ടുക? D ഈക്വൽ ടു A2 മൈനസ് A1 ഈക്വൽ ടു 23 മൈനസ് 13 എത്രയാണ്? 10. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. അടുത്തത് വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഇൻ ദിസ് ടേം? ഈ ടേം ഇങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ 3 ഡിജിറ്റ് ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം 13 ആണ്. അങ്ങനെ കൂട്ടി കൂട്ടി പോകുമ്പോൾ 10th ടേം എന്തായിരിക്കും? 10th ടേം എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഫസ്റ്റ് 3 ഡിജിറ്റ് ടേം എന്നാ ചോദിച്ചത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ പോകുമ്പോൾ 9th ടേം എന്ന് പറഞ്ഞാൽ 93 ആണ്. അപ്പോൾ 10th ടേം എന്തായിരിക്കും? A പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ A10 എന്തായിരിക്കും? A പ്ലസ് 9D ആയിരിക്കും. അതെത്രയാണ്? A എത്രയാണ്? 13 പ്ലസ് 9 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 90 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 103. അപ്പോൾ ഫസ്റ്റ് 3 ഡിജിറ്റ് ടേം എന്താണ്? 103 ആണെന്ന് കിട്ടി. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2018 തന്നെ വന്ന അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സീക്വൻസ് algebraic form of an arithmetic sequence is 5n plus 4. ഇതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം എന്നാണ്. ഫസ്റ്റ് ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടേം എങ്ങനെ എഴുതുക? 5n plus 1 ഓൾജിബ്രൈക് ടേം തന്നാൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ n ഈക്വൽ ടു 1 കൊടുക്കണം. സെക്കൻഡ് ടേം ആണെങ്കിലോ n ഈക്വൽ ടു 2 കൊടുക്കണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 1 പ്ലസ് 4 എത്രയാണ്? 9. ആ ക്വസ്റ്റ്യൻ സോൾവ് ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഇറ്റ്സ് 10th ആൻഡ് 20th ടേം. 20th ടേമും 10th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് ചെയ്യാം നോക്കാം. 10th ടേം ആദ്യം കണ്ടുപിടിക്കാം. എന്താണ് A10? A10 ഈക്വൽ ടു 5 ഇൻറ്റു 10 പ്ലസ് 4, അതായത് 54 ആണ് അല്ലേ? അതുപോലെ A20 എന്താണ്? 5 ഇൻറ്റു 20 പ്ലസ് 4, അതായത് 5 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 പ്ലസ് 4 104 മതി. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? A20 മൈനസ് A10 എന്ന് പറഞ്ഞാൽ 104 മൈനസ് 54 എത്രയാണ് കിട്ടുക? 50. അപ്പോൾ ഇത് സോൾവ് ആയി. തേർഡ് ക്വസ്റ്റ്യൻ can the difference of any terms of this sequence be 368? അതായത് 368 എന്ന് പറയുന്നത് ഈ ആൾജിബ്രൈക് ഫോം തന്നിരിക്കുന്ന സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആവും. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ഇതിൻ്റെ കോമൺ 5n പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്താ നമുക്ക് കിട്ടുക? 9 ആണ് കിട്ടുക. സെക്കൻഡ് ടേം എന്താ കിട്ടുക? 14 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ് ഇവിടെ? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് 5 ആയതുകൊണ്ട് തന്നെ ഡിഫറൻസ് ഇൻ ടേംസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 368. അപ്പോൾ 368നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 365നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു n ഇൻഡിജർ ആണോ കിട്ടുന്നത് നോക്കാം. നമുക്കിവിടെ കിട്ടുക 73 3/5 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നോക്കുക, ഈ ഇതിൽ 368 എന്ന് പറയുന്നത് 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല അല്ലേ? 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ it is not a multiple of 5. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഒരു റിമൈൻഡർ കിട്ടും അല്ലേ? അങ്ങനെ 368 എന്ന് പറയുന്നത് ഇതിലെ ഒരു ടേമിൻ്റെയും ഡിഫറൻസ് അല്ല എന്ന് നമുക്ക് കിട്ടി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും 2018 SSLC ക്വസ്റ്റ്യനിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1. എന്താണ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്? എന്താണ്? 1 3 5 7 അങ്ങനെയല്ലേ? അപ്പോൾ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ മുതൽ തുടങ്ങുക. എന്താണ്? 3 5 7 9 11 എക്സെട്ര. അപ്പോൾ അതിൻ്റെ ആൻസർ അതിൻ്റെ ഓൾജിബ്രൈക് ഫോം എഴുതാൻ പറഞ്ഞു. എന്താണ് ഓൾജിബ്രൈക് ഫോമിൻ്റെ ഇക്വേഷൻ? നമ്മൾ പഠിച്ചു, കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതാണ്. എന്താണ്?
dn പ്ലസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. എന്താണ് വരിക? ഡി എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ 5 മൈനസ് 3 എന്താണ്? 2 പ്ലസ് ഫസ്റ്റ് ടേം എന്താണ്? 3 മൈനസ് ഡി എന്താണ്? എഗെയിൻ 2 ആണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? ഡി എൻ എന്ന് പറയുമ്പോൾ 2n. അപ്പോൾ എന്താ കിട്ടുക? 2n പ്ലസ് എന്ത്? 3 മൈനസ് 2 എന്താണ്? 1. അപ്പോൾ ഓൾജിബ്രൈക് ഫോമും നമുക്ക് കിട്ടി 2n പ്ലസ് 1 ആണ്. അടുത്തത് വാട്ട് ഈസ് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് 3/6, 5/6 ആൻഡ് 7/6? ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ഓൾജിബ്രൈക് ഫോം ഓഫ് 3/6, 5/6 ആൻഡ് 7/6? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നേരത്തെ പോലെ തന്നെ എങ്ങനെ ചെയ്യാം? dn പ്ലസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ്? 5/6 മൈനസ് 3/6 അതായത് 2/6 പ്ലസ് ഫസ്റ്റ് ടേം എന്താണ്? 3/6 മൈനസ് കോമൺ ഡിഫറൻസ് 2/6. സോറി, ഡി എൻ ഉണ്ട്, എൻ ഇടാൻ മറന്നുപോയി. ഈസ് 2/6 ഇൻറ്റു എൻ പ്ലസ് എന്താണ്? 3 മൈനസ് 2 1 ആണ്. അപ്പോൾ 1/6 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 2n പ്ലസ് 1/6. അപ്പോൾ ഓൾജിബ്രൈക് ഫോമാണ് 2n പ്ലസ് 1/6. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ, അത് നമുക്ക് നോക്കാം. ദാറ്റ് ദിസ് സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി നാച്ചുറൽ നമ്പർ. ഏത് സീക്വൻസ് ആണ്? 2n പ്ലസ് 1 അല്ലേ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 2n പ്ലസ് 1 ആണ്. രണ്ട് സീക്വൻസും വേണമെങ്കിൽ നോക്കാം. എന്താണ്? പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി നാച്ചുറൽ നമ്പർ. അപ്പോൾ 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അത് ഓൾവേസ് ഒരു ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ? ഇനി ഒരു ഓഡ് നമ്പറിനെ എന്താണ്? ഒരു ഈവൻ നമ്പർ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇല്ലല്ലോ. അതുകൊണ്ട് എന്താ? ഈ സീക്വൻസിന് എന്താണ്? ഒരു എന്താണ്? നാച്ചുറൽ നമ്പർ ഒരിക്കലും കിട്ടില്ല. അത് പ്രൂഫ് ആയി നമ്മൾക്ക് അങ്ങ് എഴുതിയാൽ പോരെ. അതായത് 2n പ്ലസ് 1/6 ആണ് ഓൾജിബ്രൈക് ഫോം. 2n പ്ലസ് 1/6 ആണ് ഓൾജിബ്രൈക് ഫോം. അപ്പം 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓടാണ് അല്ലേ? അപ്പോൾ ഒരു ഓഡ് നമ്പറിനെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഈവൻ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു പെർഫെക്റ്റ് നമ്പർ കിട്ടുമോ? ഇല്ല. പെർഫെക്റ്റ് നമ്പർ കിട്ടിയാൽ മാത്രമേ അതൊരു നാച്ചുറൽ നമ്പർ ആവുള്ളൂ അല്ലേ? ഇപ്പം നോക്കാം നമുക്ക്. 15/6 എന്താ വരിക? 5/2 എന്നാ വരിക. ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നില്ല. അപ്പോൾ എന്താണ്? അത് ഒരിക്കലും നമുക്ക് ഈ സീക്വൻസിൽ ഒരു നാച്ചുറൽ നമ്പർ കിട്ടില്ല.